നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിലേക്കും എൻ.ഡി.എയിലേക്കും കുടിയേറിയവർക്കും കൂട്ടുകൂടിയവർക്കും കഷ്ടവും നഷ്ടവും ബാക്കി. ഏറെക്കാലത്തെ സംബന്ധത്തിന് ശേഷം ബി.ഡി.ജെ.എസും തുഷാർ വെള്ളാപ്പള്ളിയും ബി.ജെ.പി മുന്നണിയിൽ നിന്ന് കാലിയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. വല്ലാത്ത നഷ്ടക്കച്ചവടമെന്ന് വെള്ളാപ്പള്ളി നടേശനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു പതിറ്റാണ്ട് എൻ.ഡി.എ മുന്നണിയിൽ കുശിനിപ്പണി നടത്തിയിട്ടും ബി.ഡി.ജെ.എസിന് അവിടെ ഒന്നും കിട്ടിയില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും നേടിയെടുക്കാൻ ബി.ഡി.ജെ.എസിന് സാധിച്ചില്ല. രാജ്യസഭയിൽ എം.പി സ്ഥാനവും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനവുമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ അത്യാഗ്രഹം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തോൽക്കുക മാത്രമല്ല, ബി.ജെ.പിയിലെത്തിയ പി.സി. ജോർജിനെ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് നൽകാതിരിക്കാനും നിലപാടെടുത്ത തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും ഒരാഴ്ചയ്ക്കുള്ളിൽ ബി.ജെ.പിയിൽ നിന്ന് പിരിയുകയാണ്. വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം എൽ.ഡി.എഫിലേക്കാണെന്ന സൂചനകൾ പുറത്തുവരുന്നു. എന്നാൽ തുഷാറിനെ യു.ഡി.എഫ് വട്ടം പിടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടുത്ത മാസം 1-ാം തീയതി ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന മുന്നണി മാറ്റം ബി.ഡി.ജെ.എസ് ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാന ഭാരവാഹികളോടും 14 ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റം പ്രമേയം വന്നതിന് പിന്നാലെയാണ് തുഷാർ വെള്ളാപ്പള്ളി യോഗം വിളിച്ചത്. നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മുന്നണി വിടുന്നതാണ് ഭേദമെന്നുള്ള അഭിപ്രായം പാർട്ടിയിൽ ശക്തമായി ഉയരുകയും ചെയ്തു. 9 വർഷമായി ബി.ജെ.പിയിൽ നിന്നും എൻ.ഡി.എയിൽ നിന്നും അവഗണന നേരിടുകയാണ്. കോട്ടയം പാർലമെന്റിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വിജയിക്കാതിരുന്നത് ബി.ജെ.പിക്കാരുടെ വോട്ട് കിട്ടാതിരുന്നതിനാലാണെന്നും ഈഴവ വോട്ടുകൾ മാത്രമേ തുഷാറിന് ലഭിച്ചുള്ളൂവെന്നും കോട്ടയം ജില്ലാ നേതൃത്വം വിമർശിച്ചു. ബി.ജെ.പിയിൽ നിന്നും എൻ.ഡി.എയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് എൻ.ഡി.എ മുന്നണി വിടുവാൻ ബി.ഡി.ജെ.എസ് കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പ് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. എൻ.ഡി.എയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റു മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണമെന്നാണ് പ്രമേയം. വിവിധ പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിൽ ചേക്കേറിയ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ്. രാജ്യസഭയിൽ എം.പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും സ്വപ്നം കണ്ടാണ് കെ കരുണാകരന്റെ മകൾ പത്മജ ബി.ജെ.പിയിൽ ആവേശത്തോടെ കാവി പുതച്ചതും കോൺഗ്രസിനെ തള്ളി പറഞ്ഞതും. വന്ന വഴിയും വളർന്ന വഴിയും മറന്നുപോയ പത്മജ ഇപ്പോൾ എവിടെയെന്ന് പോലും ഒരാൾക്കും അറിയില്ല. നിയമസഭാ സീറ്റിൽ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സീറ്റ് നൽകി തൃപ്തിപ്പെടുത്താനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കേന്ദ്ര വനിതാ കമ്മീഷനിൽ മുന്തിയ സ്ഥാനം ഉൾപ്പെടെ പത്മജ പ്രതീക്ഷിച്ചിരുന്നു. വലിയ മോഹത്തോടെ ബി.ജെ.പിയിലെത്തിയ പി.സി. ജോർജിന് അവിടെയും രക്ഷയില്ല. റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ മുന്തിയ പദവികൾ പ്രതീക്ഷിച്ചെത്തിയ പി.സി. ജോർജിനെ ബി.ജെ.പിയിൽ യാതൊരു നേട്ടവും ഇല്ലാതെയായി. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോലും പി.സി. ജോർജിന് സാധിച്ചില്ല. സാക്ഷാൽ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ച് നാണം കെട്ട് തോൽക്കാൻ ഒരു അവസരം കിട്ടി. അനിലിന്റെ കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു. കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പുള്ള സീറ്റ് നൽകാനിരുന്ന അനിലിന്റെ രാഷ്ട്രീയ ഭാവിയും തീർന്നു. അബ്ദുള്ളക്കുട്ടിക്കും ഇത് തന്നെയാണ് ഗതികേടുണ്ടായിരിക്കുന്നത്. CPM വിട്ട് ബി.ജെ.പിയിൽ എത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിന് മാത്രമാണ് അല്പമെങ്കിലും ഗതിയുണ്ടായത്. ഒരിക്കൽ എം.പിയും കേന്ദ്രമന്ത്രിയായിരിക്കാനുള്ള അവസരം കണ്ണന്താനത്തിന് ലഭിച്ചു. കഴിഞ്ഞ 5 വർഷമായി അൽഫോൺസ് കണ്ണന്താനത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന G. രാമൻ നായർ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായി കോൺഗ്രസ് അംഗീകരിച്ച ഡോക്ടർ J. പ്രമീള ദേവി ബി.ജെ.പിയിൽ എത്തിയെങ്കിലും പദവിയും നേട്ടവും ഒന്നും പിന്നീട് ലഭിച്ചില്ല. സ്ഥാനമോഹത്തോടെ ആരും ബി.ജെ.പിയിൽ എത്തിയാലും അമിത്ഷായും നരേന്ദ്രമോദി ഒന്നും തിരിഞ്ഞു നോക്കില്ലെന്ന് വ്യക്തമായിരിക്കുന്നു. കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറാൻ മൂളികളും എൻ.ഡി.എയിൽ വെള്ളം കോരികളും വിറക് വെട്ടികളുമായി കാലം പോക്കാമെന്ന് മാത്രം.